ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റായിട്ട് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് സ്കിന്നിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. എൻ്റെ പഴയ ഫോട്ടോ ഞാനിതിൽ കൊടുക്കാം. ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയില്ല, ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാറില്ല, ഫുഡിൽ ശ്രദ്ധിക്കാറില്ല, വെള്ളം കുടിക്കത്തില്ല. യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനും കെയർ ചെയ്യാനും ഓരോ സ്കിൻ ടൈപ്പിന് പറ്റുന്ന മോയ്സ്ചറൈസറുകളും ഒക്കെ ഇന്ന് അവൈലബിൾ ആണെന്നുള്ളതും ഒക്കെ ഈ ഒരു യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. എൻ്റെ സ്കിന്നാണെന്നുള്ളതും അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ യൂസ് ചെയ്യുന്ന ഈ ഫേസ് വാഷ് യൂസ് ചെയ്താൽ അത് കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്ട്സുകളാണ് ഇതിന് പറ്റുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യമേ തന്നെ ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേര ജെല്ലാണ് എൻ്റെ സ്കിന്നിന് പറ്റുന്ന മോയ്സ്ചറൈസറായിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം ഫേസ് വാഷ് പല ടൈപ്പ് ഫേസ് വാഷുകളും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അലോവേര ജെൽ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് എൻ്റെ സ്കിന്നിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അലോവേര ജെല്ലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നൈറ്റ് ക്രീമായിട്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പിമ്പിൾസൊക്കെ കുറഞ്ഞ് അത്യാവശ്യം സ്കിന്നൊക്കെ ഒന്ന് ക്ലിയറായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഫുഡിലും കൂടെ ഒരു കൺട്രോൾ കൊണ്ടുവരണം. അതായത് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ നല്ല എണ്ണമയമുള്ള ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സ്കിന്നിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അത് മാത്രമല്ല, അമ്മയൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് കുറേ എണ്ണ തലയിൽ വെക്കണം എങ്കിലേ മുടി വളരുള്ളൂ എന്ന് പറഞ്ഞ് കുറേ എണ്ണയൊക്കെ വാരിപ്പൊത്തുമായിരുന്നു. ഇത് പക്ഷേ എനിക്ക് മുടി വളരുന്നതിനെ ഒന്നും ചെയ്യാതിട്ടില്ല. പക്ഷേ ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇതെനിക്കൊരു ആപത്താണെന്ന് മനസ്സിലായത്. ഒരുപാട് എണ്ണ പൊത്തി വെക്കുന്നതൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് എണ്ണ തൊട്ട് വരട്ടുക എന്നുള്ള ഒരു ഫോമിലേക്ക് വന്നു. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നിന് എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. മോയ്സ്ചറൈസർ മാത്രമല്ല, നമുക്ക് പ്രൈമർ ആണെങ്കിലും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവർക്ക് അതാണെങ്കിലും എല്ലാം ഇന്ന് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് നമുക്കിന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് യൂട്യൂബിൽ തന്നെ ഓരോരുത്തർ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതിന് പറ്റുന്ന ക്രീം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ അത് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ചേഞ്ച് വരും. പിന്നെ ആയിട്ട് വെള്ളവും കുടിക്കണം. അതായത് ഡീഹൈഡ്രേഷൻ പരമാവധി ഒഴിവാക്കുക. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെ പിന്നെ എനിക്ക് ആ ഒരു സ്കിൻ കെയർ ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് വന്നിട്ടുള്ളൂ. പിന്നെ കുഞ്ഞൊക്കെ ആയി, പ്രഗ്നൻ്റ് ഒക്കെ ആയി. പിന്നെ പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ഒരു സ്കിൻ കെയർ ഒക്കെ അങ്ങ് വിട്ടു. പിന്നെ കുഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുഞ്ഞിൻ്റെ പുറകെയാണ്, നമുക്ക് വേറൊന്നിനും നേരം കിട്ടുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പക്ക ഹൗസ് വൈഫാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒട്ടും സമയം കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങി. ഇപ്പോൾ റീസെൻ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് വീണ്ടും എനിക്ക് ഒരു സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളൊരു ബോധം വന്നു. അങ്ങനെ ഒരു 4 ദിവസങ്ങൾക്ക് മുൻപ് തൊട്ട് ഞാൻ വീണ്ടും സ്കിൻ കെയറിലേക്ക് കടന്നിട്ടുണ്ട്. അതേപോലെ ഇതുപോലെ മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ വീട്ടമ്മമാരോ നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇതിനിടയ്ക്ക് സ്കിന്ന് കെയർ ചെയ്യാൻ, ഹെയർ കെയർ, ഇതിനൊക്കെ എവിടെയാണ് സമയം എന്ന് എന്നെപ്പോലെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമ്മളൊരു 10 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് സ്കിന്നിൽ കൊണ്ടുവരാം. കാരണം നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. സ്കിൻ കെയർ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷൻ ആയത്. കാരണം പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്കിന്നിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഒരുപാട് പ്രൊഡക്ട്സ് വാരിക്കോരി തേക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് വിലയുടെ പ്രൊഡക്ട്സ് വാങ്ങി തേക്കുക എന്നുള്ളതോ ഒന്നുമല്ല. എത്ര മിനിമൽ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവോ അത്രയും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മുടെ സ്കിന്നിന് പറ്റുന്നത് തന്നെ നോക്കി വാങ്ങി ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ കടലമാവ് അല്ലെങ്കിൽ പയറുപൊടി ഇതൊക്കെ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേനും നല്ല ഒരു ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്നത് പോലെ തന്നെ ഒരുപാട് ഓയിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ഈ തിരക്കിനിടയ്ക്ക് നമുക്കിതൊന്നും കടലമാവൊക്കെ മേടിച്ച് തേച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമൊന്നും കിട്ടാറില്ല. അതിൻ്റെ എളുപ്പത്തിലാണ് നമ്മളിങ്ങനെ ഓരോ ഫേസ് വാഷുകളൊക്കെ കടയിൽ പോയി വാങ്ങിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.